ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന എത്രയോ അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. മക്കളെ നോക്കാൻ ജോലി പോലും ഉപേക്ഷിച്ച നിരവധി സ്ത്രീകളെക്കുറിച്ചും നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ കോട്ടയം സ്വദേശിനി ശില്പ എന്ന 29-കാരിക്ക് നൊന്തു പ്രസവിച്ച കുഞ്ഞ് ഒരു ബാധ്യതയായി. കഴിഞ്ഞ ദിവസം പാലക്കാട് ഷൊർണൂരിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നെത്തിയത് മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കഥകളിലേക്കാണ്. ലിവിംഗ് ടുഗദർ റിലേഷനിലായിരുന്ന അജ്മലുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിന് ശേഷമാണ് ശില്പ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. തുടർന്ന് മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി മൃതദേഹം ഷൊർണൂരിലെത്തിക്കുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 1 വയസ്സുള്ള ശിഖന്യയാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് അമ്മ ശില്പ പോലീസിനോട് പറഞ്ഞു. ജോലിക്ക് പോകുന്നതിന് തടസ്സമായതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ശില്പയുടെ മൊഴി. പങ്കാളി പാലക്കാട് സ്വദേശി അജ്മലുമായി ഇവർ വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 9-നാണ് കൈക്കുഞ്ഞുമായി കാർ മാർഗം ശില്പ അജ്മൽ ജോലി ചെയ്യുന്ന ഷൊർണൂർ അനുരാഗ് സിനിമ തിയേറ്ററിൽ എത്തിയത്. എന്നാൽ കുഞ്ഞനങ്ങാതിരുന്നതോടെ സംശയം തോന്നിയ അജ്മൽ വിവരം ഷൊർണൂർ പോലീസിനെ അറിയിച്ചു. അമ്മയെയും കുഞ്ഞിനെയും ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. തുടർന്ന് മരിച്ച കുഞ്ഞുമായി ശില്പയും അജ്മലും ആശുപത്രി OPയിലെത്തിയപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി. ഡോക്ടർ പരിശോധിച്ച് കുഞ്ഞു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം ശില്പയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനത്തെ തുടർന്ന് ഇവരെ വിട്ടയച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദുരൂഹത നീങ്ങാത്തതിനാൽ ശില്പയെ നിരീക്ഷണത്തിൽ വയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കുഞ്ഞിനെ കൊല്ലുമെന്ന് ശില്പ പറഞ്ഞിരുന്നതായി അജ്മലും വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു മുമ്പും ഇതേപോലെ പലതവണ പറഞ്ഞിട്ടുണ്ട്, കുട്ടീനെ മരിച്ചു, നീ എവിടെ വരുമോ കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പൊ വലിയ ഇതിലെടുത്തില്ല. എന്നിട്ട് വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ കുട്ടീനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവള്. ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയുടെ ഒരു ചെവിയിൽ ചെറിയ മുറിവൊഴിച്ചാൽ വേറെ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. DYSP PC ഹരിദാസ്, CI JR രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷണം. ന്യൂസ് 18 പട്ടാമ്പി.